ഒരു അവാർഡ് കിട്ടി. നമ്മളിനി പറയാനുള്ളത് ഇനി ഇതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ തരണം. കാരണം വേറെ ഒന്നുമല്ല, നല്ല ഫുഡുണ്ട് ഇവിടെ. അടുത്ത വർഷം വിളിക്കും പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ യാത്ര. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു നന്ദുവിന്റെ ചാനൽ. നന്ദുവിന്റെ ചാനലിലേക്ക് വീണ്ടും അടുത്ത വ്ലോഗ്. ഇത് സംഭവം നമ്മുടെ ഫസ്റ്റ് അവാർഡ് അല്ലേ നന്ദു? അതെ, നമ്മുടെ മദർ തെരേസ ഫൗണ്ടേഷന്റെ ഒരു അവാർഡ്. സോറി, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് മദർ തെരേസ ഫൗണ്ടേഷന്റെ ഒരു അവാർഡിന് വേണ്ടി പോവുകയാണ്. അപ്പം നന്ദുവിനും എനിക്കും പൂർണിമയ്ക്കുമാണ് ഇത്തവണ ഇൻഫ്ലുവൻസേഴ്സും പിന്നെ സ്ട്രീറ്റ് വീഡിയോഗ്രാഫർ അങ്ങനെയുള്ള കുറച്ച് തസ്തികകളിൽ നമുക്ക് കിട്ടുകയാണ്. എന്താണ് നന്ദു ഒരു അവസരത്തിൽ പറയാനുള്ളത്? വളരെ നല്ല അഭിപ്രായം. ഫസ്റ്റ് ടൈമാണ്, എന്താണെന്നൊരു പിടുത്തമില്ല. എന്തിനാണെന്നൊരു പിടുത്തില്ല. ആദ്യമാണ് എന്നെ, ഞാനൊക്കെ ആദ്യമാണ് സ്റ്റേജിൽ തന്നെ കയറുന്നത്. പോയിട്ട് കുളമൊക്കെ മിക്കാറുണ്ട്. ഇൻഷുറൻസ് വേണോ, അവാർഡ് വേണോ? പോടാ. അപ്പൊ ഞങ്ങള് അവാർഡ് ഫംഗ്ഷനിലേക്ക് പോവാണ്. ഓൾറെഡി ലേറ്റ് ആയി. 4 മണിക്കായിരുന്ന ഫംഗ്ഷൻ ഇപ്പൊ 5 മണിയായി. എരണം കെട്ടണം, ലേറ്റ് ആയതാണ്. അപ്പൊ ഗൈസ് നമ്മൾ അങ്ങോട്ട് പോവാണ്. അതിലും കോമഡി എന്താ പറയുക, വണ്ടി ഓടിക്കറിഞ്ഞാൽ വണ്ടി ഓടിക്കണത് ഇവനാണ് ഗൈസ്. അപ്പൊ നമ്മളിവിടെ എത്തുകയാണ്. ബാക്കി അവിടെ ചെന്നിട്ട് ഇനി പൂർണിമേനെ പിക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ വീഡിയോ ആദ്യമേ തന്നെ ലൈക്ക് ഷെയർ ഒന്നും ചെയ്യണ്ട, ആദ്യം സബ്സ്ക്രൈബ് ചെയ്യും. എല്ലാത്തിലും 2 അടി അടിച്ചിട്ട് തുടങ്ങാം. ബാ. എന്താവും അറിഞ്ഞൂടാ. നമ്മൾ 4 മണിക്ക് വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ 4:45. ഇനി ഒരാളെ പോയി വിളിക്കണം. നിക്കുന്നു ദീർഘായുസ്സും അതുപോലെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് ഈ മെഗാബസിന് എല്ലാവിധമായ ആശംസകളും. ഒരുപാട് സന്തോഷം തന്നു. യാത്ര വെയിറ്റുവാണ് ഇവിടെ എത്തിയത്. ഒരുപാട് സ്നേഹമാണ് വെയിറ്റുവാനാണ്. അടുത്തതായിട്ട് ഞാൻ നേരത്തെ അങ്ങനെ വീണ്ടും ഒരു എല്ലാവർക്കും തുണികളെ മതി. നമ്മളേന്ന് ആർക്കും വേണ്ട. പണ്ടുവാണെങ്കിൽ തുണികളില്ല. അതാണ് ഈ നാടിന് ഏറ്റവും വലിയ ശാപം. സോ നമുക്ക് പുരസ്കാരങ്ങളൊക്കെ കിട്ടി. നമ്മളിനി പറയാനുള്ളത് ഇനി ഇതുപോലെ ഒരുപാട് പുരസ്കാരങ്ങൾ തരണം. കാരണം വേറെ ഒന്നുമല്ല, നല്ല ഫുഡുണ്ട് ഇവിടെ. അടുത്ത വർഷം വിളിക്കും പ്രതീക്ഷയോട് കൂടി ഞങ്ങൾ യാത്രയാകുന്നു.